ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധിയെയും മറ്റും കാണാനായിട്ട് തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ജനകീയ മുന്നേറ്റം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത് ഈ 1-ാം തീയതി പറ്റ്നയിൽ ഒരു മഹാറാലിയോടുകൂടി സമാപിക്കുക. ഈ വോട്ടർ അധികാർ യാത്രയുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അഗർവാൾ സാറ് ഇങ്ങനൊരു കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ്. അപ്പൊ ഈ BJP സംഘപരിവാർ അവരുടെ കോട്ട കൊത്തളങ്ങളില് ഈ വോട്ടർ അധികാർ യാത്ര എന്തുമാത്രം പ്രകമ്പനം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവര് വരണ്ടിരിക്കുക, BJP അതുപോലെ NDA വരണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ അവർക്ക് ഭൂരിപക്ഷം ആലോചിക്കണം. അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചത് വോട്ട് ചോരി കൊണ്ടാണ്, വോട്ട് മോഷ്ടിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ഒത്താശയോടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി, വോട്ടർമാരാകാൻ അവകാശമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി, അല്ലെങ്കിൽ യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ BJPക്ക് അനുകൂലമായ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കി. ചുരുക്കം പറഞ്ഞാൽ വോട്ട് മോഷണം.